വടക്കേ ഇന്ത്യൻ ഫ്രോഡുകൾ നമ്മുടെ നാട്ടിൽ നടത്തുന്ന രണ്ട് പ്രധാന തട്ടിപ്പുകൾ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ ആദ്യത്തെ തട്ടിപ്പാണ് ട്രായുടെ പേരിൽ, അതായത് ടെലികോം അതോറിറ്റിയുടെ പേരിൽ നിങ്ങൾ രാജ്യവിരുദ്ധ കാര്യങ്ങൾക്ക് നിങ്ങളുടെ സിം കാർഡ് ഉപയോഗിച്ചിരിക്കുന്നു എന്ന പേരിൽ ഒരു കോൾ വരുന്നത്. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കാനൊക്കെ പോയി അവർ നൈസായിട്ട് നിങ്ങളുടെ ബാങ്കിങ് വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ അടുത്ത് ആ കോൾ പോയിരിക്കുന്നത് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ ആണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് ഒരു നമ്പർ ഡയൽ ചെയ്യാൻ പറയും. അങ്ങനെയുള്ള ആ നമ്പർ നിങ്ങൾ ഡയൽ ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോളുകളും SMS ഒക്കെ തന്നെ ഫോർവേഡ് ചെയ്യപ്പെടും. പിന്നെ പറയണ്ടല്ലോ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയുണ്ടെങ്കിൽ അത് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കോളും. ചിലപ്പോൾ അവർ നിങ്ങളോട് പറയും ഈ രാജ്യവിരുദ്ധ കോൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെയാണ് പോയേക്കണമെന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ. അങ്ങനെ അവർ പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങളുടെ ഫോൺ പിന്നെ അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാവും, അതായത് ഹാക്ക് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് അതും ചെയ്യരുത്. ഇനി രണ്ടാമത്തെ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇല്ലീഗൽ കണ്ടന്റുകൾ കൊറിയർ ആയിട്ട് അയച്ചിരിക്കുന്നു എന്ന പേരിൽ നിങ്ങൾക്ക് ഫെഡെക്സിൻ്റെയോ അല്ലെങ്കിൽ ബ്ലൂഡാർട്ടിൻ്റെ പേരിലൊക്കെ ആയിരിക്കും കോൾ വരിക. അപ്പോൾ ഈ കോൾ വരുന്ന സമയത്ത് നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ കോൾ വരുന്നത്. അത് ട്രൂ കോളർ നോക്കിയിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മേൽവിലാസം ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും പറയരുത്. പകരം അവരോട് അത് വായിക്കാൻ പറയാം. അതായത് കൊറിയറിൻ്റെ ആ അഡ്രസ്സിൽ, ഫ്രം അഡ്രസ്സിൽ നിങ്ങളുടെ പേരുണ്ടാവുമല്ലോ, ആ പേരിനോടൊപ്പം നിങ്ങളുടെ അഡ്രസ്സ് കൂടി വായിക്കാൻ പറയാം. കൺഫേം ആക്കിയിട്ട് ബാക്കി വിവരങ്ങൾ പറയാമെന്ന് പറയാം. അവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അവർ ബബ്ബടിക്കും. അതേസമയം ശരിയായിട്ടുള്ളൊരു കൊറിയർ ആയിരുന്നെങ്കിലോ നമ്മൾ കൊറിയർ അയക്കുന്ന സമയത്ത് ഫ്രം അഡ്രസ്സിൽ നമ്മൾ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും, അത് അവരുടെ ഡാറ്റാബേസിൽ ഉണ്ടാവും, അവർക്ക് അത് വായിക്കാനും പറ്റും. അപ്പോൾ ഇനിയും ഇത്തരം തട്ടിപ്പുകളായിട്ട് നോർത്ത് ഇന്ത്യൻ ഫ്രോഡുകൾ നമ്മളെ കോൾ വിളിച്ചെന്നിരിക്കും, വാട്സാപ്പിൽ ബന്ധപ്പെട്ടിരിക്കും. ആ സമയത്തൊന്നും നമ്മൾ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് കൊടുക്കരുത്, നമ്മുടെ ആധാറിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കരുത്, അതുപോലെ നമ്മുടെ മേൽവിലാസം അവരുമായിട്ട് ഷെയർ ചെയ്യരുത്. ഒപ്പം ഇത്തരം അറിവുകൾക്കായിട്ട് തന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്.